ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനം ഏവരോടും അറിയിക്കുന്നു. 70 ദിവസത്തെ പ്രാർത്ഥനയുടെ 8ാം ദിനത്തിലാണ് ഇന്ന് ഞങ്ങൾ സഭയായിട്ടായിരിക്കുന്നത്. കഴിഞ്ഞ പകൽക്കാലം പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും ധ്യാനത്തിലിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് തന്നൊരു ശബ്ദം, ആ ഒരു ശബ്ദമാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വചനം, ഈ ശബ്ദം എന്നെ കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. എന്നോട് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്: ദൈവം നിന്നെ ഓർക്കുമാറാക്കും. ഈ ശബ്ദത്തിനകത്തിൽ വലിയൊരു ഞാനൊന്ന് കൺഫ്യൂഷനായി. കർത്താവ് എന്താണ് ഈ സംസാരിക്കുന്നത്? ദൈവം എന്നെ ഓർക്കും എന്നതിലുപരിയായി ദൈവം നിന്നെ ഓർക്കുമാറാക്കും. അപ്പോൾ ദൈവാത്മാവ് എന്നോട് കാണിച്ചു തന്നൊരു വചനം ഇതാണ്. യോസെഫിന്റെ വിഷയത്തിലാണ്. യോസെഫിനെ തൻ്റെ സഹോദരങ്ങൾ മറന്നു കളഞ്ഞു. ഈ ദൈവവിളിയുള്ള ദൈവമക്കൾക്ക് ഉള്ള ഒരു അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു അവസ്ഥയാണിത്. പിശാച് നമ്മളെക്കുറിച്ചുള്ള നല്ലതും നമ്മളെക്കുറിച്ചൊക്കെ അവരെ മറപ്പിച്ച് കളയും. നമ്മളെ അവരെ ഓർക്കാൻ പിശാച് അനുവദിക്കത്തില്ല. നമ്മുടെ നന്മകളോ നമ്മൾ ചെയ്തതോ ഒന്നും അവരെ ഓർക്കാൻ അവരെ അനുവദിക്കത്തില്ല. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതൊക്കെ നാം ഒരിക്കലും അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നൊരു രീതിയിലായിരിക്കാം. അങ്ങനെ ഒരു അവസ്ഥയാണ് ദൈവാത്മാവ് കഴിഞ്ഞ പകൽക്കാലം എന്നെ കാണിച്ചത്. പലരും നിന്നെ മറന്നുപോയി. അവരുടെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള യാതൊരു ഓർമ്മയും ഇല്ല. പക്ഷെ ദൈവം നിന്നെ ഓർക്കുമാറാക്കും. അവർ മറന്നാലും ദൈവം മറക്കത്തില്ല. ദൈവം നിന്നെ ഓർക്കുമാറാക്കും. ഒരു സാഹചര്യങ്ങൾ പോലും ദൈവം മറന്നു കളയത്തില്ല. എന്ന് വെച്ചാൽ, കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ രാജാവിൻ്റെ ബദ്ധന്മാർ യോസെഫിനോട് കൂടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. അവരൊരു സ്വപ്നം കണ്ടു, വ്യാകുലപ്പെട്ടു. എന്നാൽ ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ആരുമില്ലാത്തതിനാൽ യോസെഫ് ആ കാര്യം വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ യോസെഫ് 40-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: എങ്കിലും പാനപാത്രവാഹന്മാരുടെ പ്രമാണി യോസെഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞു. അപ്പോൾ യോസെഫ് പറയുന്നുണ്ട്, നീ ഇവിടുന്ന് വിടിപ്പിക്കപ്പെട്ട് രാജാവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എന്നെക്കുറിച്ച് രാജാവിനോട് പറയണം. മാനുഷികമായി പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ആരെങ്കിലും എന്നെക്കുറിച്ചൊന്ന് പറഞ്ഞ് എനിക്കൊരു സഹായം ലഭിച്ചിരുന്നെങ്കിൽ, എനിക്കൊരു വിടുതൽ ലഭിച്ചിരുന്നെങ്കിൽ. അതൊക്കെ ഒരു പോസിറ്റീവ് കാര്യമാണ്, ഒരു പോസിബിലിറ്റിയാണ്. പക്ഷെങ്കിൽ പിശാച് ഇവനെ അത് മറപ്പിച്ചു കളഞ്ഞു. പലപ്പോഴും പലരും നമുക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അവരുടെ ഉള്ളിൽ പിശാച് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറപ്പിച്ചു കളഞ്ഞു. എന്നാൽ ദൈവം മറന്നു കളഞ്ഞില്ല. പക്ഷെങ്കിൽ 41-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇവര് വിടുതലൊക്കെ പ്രാപിച്ച് പുറത്തു വന്ന് രാജാവിൻ്റെ കൂടെ വാഴുകയാണ്. എന്നാൽ ഈ രാജാവ് അതേപോലെ സ്വപ്നം കണ്ട് വ്യാകുലപ്പെട്ടു. അങ്ങനെ ദേശം മുഴുവൻ ഒരു പരിഭ്രാന്തിയിലായി. രാജാവും വളരെ ദുഃഖത്തിലായി. അങ്ങനെ ആ സമയത്താണ് ഈ ബദ്ധന്മാർക്ക് കാര്യം ദൈവം ഓർമ്മ വരുത്തുന്നത്. ദൈവം ചില മുഖാന്തരങ്ങളെ ഒരുക്കി നിന്നെ ഓർക്കുമാറാക്കും. ആമേൻ, ഹല്ലേലൂയ. ചിലരുടെ ഹൃദയങ്ങളിൽ ദൈവാത്മാവ് നിന്നെക്കുറിച്ച് സംസാരിക്കും. ചിലരുടെ ദൈവം നിന്നെക്കുറിച്ച് ഇടപെടും. മറിയയ്ക്ക് വേണ്ടി യോസെഫിനോട് സംസാരിച്ച ദൈവം, ഏലിയാവിന് വേണ്ടി സാരാഫത്തിലെ വിധവയോട് സംസാരിച്ച ദൈവം, കൊർന്നല്യോസിന് വേണ്ടി പത്രോസിനോട് സംസാരിച്ച ദൈവം ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ചിലർ നമ്മളെ മറന്നു കളഞ്ഞു. അവരുടെ ഹൃദയത്തിൽ ദൈവം നമ്മളെക്കുറിച്ചുള്ള ഓർമ്മ വരുത്തുമാറാക്കും. മിസ്രയീമ്യർക്ക് ഇസ്രായേലിൽ കൃപ തോന്നുമാറാക്കി ദൈവം ചില ഹൃദയങ്ങളിൽ നമ്മെക്കുറിച്ചുള്ള കൃപ തോന്നുമാറാക്കും. ഈ ദിവസങ്ങളിൽ അങ്ങനെ ചില പ്രവൃത്തികൾ നിങ്ങളെ തേടിയെത്തുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ചെയ്യുകയാണ്. ആമേൻ. വിഷമിക്കേണ്ട. നമ്മുടെ പ്രാർത്ഥന അനേക പ്രവൃത്തികളെ, അനേക ബന്ധനങ്ങളെ തുറന്ന് പുറത്തു കൊണ്ടുവരും. യോസെഫിനെ പോലെ നമ്മ ഒരു അനുഗ്രഹമായി തീരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.